നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെറുതെ എന്തെങ്കിലും വീണ്ടും നമ്മൾ കാണിക്കേണ്ടെന്നൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറി ബിസിനസ്സിലേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായത്. വെറുതെ വായി തോന്നുന്നു വിളിച്ചു പറയരുത്. വായി തോന്നല്ല സബാനെ, മനസ്സിൽ തോന്നുക. യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പാടുണ്ടോ? ഒരു വഴി അറിയുമ്പോ 9 വഴി തുറക്കുന്നല്ലേ. അപ്പൊ നമ്മളൊരു വരുമാന മാർഗമാണ് യൂട്യൂബ്. അപ്പൊ വരുമാനം ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ചെറിയൊരു ബിസിനസ്സിലേക്ക് ഒന്ന് മാറിയാലോ എന്നാണ്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത്. അപ്പോ ഇപ്പൊ എല്ലാവരും റീൽസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരു അഭിപ്രായം നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ടാ. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ അടിച്ചു മാറ്റിയതാ. എന്നിട്ട് നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. റീൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, അത്ര എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം റീൽസിൽ അത്ര വരുമാനമില്ല. യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വേണം. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. എന്ത് ചങ്കുറപ്പോടെ നേരിടണം, അതാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും നിങ്ങളെ കാണുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലെ റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം ഉപയോഗിക്കും. നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് കുറയ്ക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്നത്. കാരണം സമയം വളരെ പരിമിതികളാണ്. എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാവുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ബിസിനസ്സിലും പാടെ വന്ന എവിടെ എന്താവും അല്ലേ, നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. യൂട്യൂബ് നിർത്തിവെക്കാം, നിർത്തല്ല, എന്തായാലും അതിന്റെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും നിർത്തരുത്. അല്ല, നിർത്തില്ല. നമ്മൾ അനുവ് പറഞ്ഞ പോലെ ഒരു മാസത്തില് 1-2 വീഡിയോ മതി.